ഹായ് ഫ്രണ്ട്സ്, ഷൈനി കൃഷ്ണ ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കറണ്ട് എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ്. ഇത് നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നോക്കുമ്പോൾ പേജ് ഓഫ് സോട്ട്സ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ജസ്റ്റിസ്. എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? എയ്റ്റ് ഓഫ് വാണ്ട്സ്. എന്താണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ? ഏസ് ഓഫ് സോട്ട്സ്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്? ത്രീ ഓഫ് സോട്ട്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. കറണ്ട് എനർജി വന്നിരിക്കുന്നത് ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്കിങ്ങിലൂടെയും ഒത്തിരി കോൺഫ്ലിക്ട്സിലൂടെയും ഒത്തിരി സങ്കടം, പ്രശ്നം, ഒരു ബാക്ക് സ്റ്റാബ്, നിങ്ങൾക്ക് ഒന്നിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ കുറേ ഇങ്ങനത്തെ കുറേ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളോട് ഒന്നും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമാണോ ഇഷ്ടമാണോ എന്ന് പോലും അറിയില്ല. ആ വ്യക്തി നിങ്ങളോട് വിശ്വാസമായിട്ട് സത്യസന്ധമായിട്ട് ഇരിക്കുന്നോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. സോ അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ നിങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു മണിയൊക്കെ ഏൺ ചെയ്ത് ആരെയും ആശ്രയിക്കാതെ ആ വ്യക്തിയുടെ പുറകെയും പോകാതെ നിങ്ങൾ സ്വന്തം കാലിൽ വളരെ ഹാപ്പി ആയിട്ട്, അതായത് നമ്മൾ ഇപ്പം സ്വന്തം കാലിൽ നിൽക്കുന്നതെന്നും മാത്രമല്ല, അതായത് നമുക്കൊരു എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ വ്യക്തിയെ മറക്കാനും പൊറുക്കാനും കഴിയാതെ നമ്മൾ അവരെങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് ഒട്ടും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രയും ഒരു ഈ പഴയ നമ്മൾ നേരത്തെ ഈ ബന്ധത്തിലൊക്കെ വരുന്നതിന് മുമ്പ് എത്ര ഹാപ്പി ആയിരുന്നു അല്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാണുന്ന ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് അത്രയും, ഞാൻ ആൾറെഡി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആ സ്ട്രഗിൾസിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ആ സങ്കടവും വേദനയും ആ വഴക്കും പ്രശ്നവും ഒക്കെ നിങ്ങളെ വന്ന് അടിക്കടി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ പുറത്തു വരാനൊന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതായത് നമ്മളെപ്പോഴും ഇമോഷൻസിന് ഇങ്ങനെ അടിമപ്പെട്ട് അതിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ദോഷമായിട്ടോ സമാധാനമായിട്ടോ ഇരിക്കാൻ കഴിയുന്നില്ല. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ലെവലിൽ എത്തുമെന്നാണ് കാണുന്നത്. ആ ഒരു റൂട്ടിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും ആരെയും ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ഫേസ് ചെയ്ത് പ്രസൻറ്റിൽ ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും അയ്യോ എൻ്റെ ലൈഫിൽ എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ എത്രയൊക്കെ ബന്ധങ്ങൾ എന്തിലൊക്കെ പെട്ടാലും നമ്മൾ അങ്ങനെ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു നിരന്തരമായ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത്. സോ അതുമാത്രമല്ല, നിങ്ങൾ വളരെ ഒരു ഗീവിങ് നേച്ചറാണ്. എപ്പോഴും ഒരു അമ്മയെ പോലെ എപ്പോഴും എല്ലാം ഇങ്ങനെ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരാണ് എല്ലാം, അവരാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗീവിങ് നേച്ചറാണ്. സോ അതിൽ നിന്നെല്ലാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. നിങ്ങൾക്കതൊരു ഹാർഡായിട്ട് തോന്നും, വളരെ കഷ്ടമായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ പതിയെ അതിലെത്തിച്ചേരുമ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പിയായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എന്നും ആഗ്രഹിച്ചിരുന്നത് പേജ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാറ്റിലും ഒരു അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് സംസാരിച്ച് നിങ്ങളടുത്ത് ഒരു വിശ്വാസമായിട്ടിരിക്കണം, നിങ്ങളടുത്ത് ഒരു സത്യസന്ധമായിട്ടിരിക്കണം. അതാണ് നിങ്ങളെന്നും എല്ലാറ്റിലും ഉപരി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തതും അത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളോട് ഒന്നും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളോട് വിശ്വാസമായിട്ടും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, അങ്ങനെ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ. പിന്നെ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആ വ്യക്തി അത്രയും ട്രൂ ആയിട്ട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോടൊപ്പം ഒരു പുതിയ തുടക്കം വേണം. ഇതുവരെ എന്ത് നടന്നോട്ടെ, ഇനിയെങ്കിലും നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരോട് ന്യായം ചെയ്യുന്നില്ല എന്നാണ്. അവർ ഈ ചെയ്യുന്നതൊന്നും അവർക്കൊരു തെറ്റോ കുറ്റമോ അല്ല, അവരെപ്പോഴും കറക്റ്റ് എന്നാണ് അവർ പറയുന്നത്. സോ നിങ്ങളാണ് അവരോട് ന്യായമായിട്ട് പെരുമാറുന്നില്ല, അവർക്ക് ന്യായം ചെയ്യുന്നില്ല, അവരെ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അവരെ സ്നേഹിച്ച് കെയർ ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് ന്യായം ചെയ്യണം. ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്.
പിന്നെ ഇവിടെ വന്നിരിക്കുന്ന 8 ഓഫ് വാണ്ട്സ് ആണ്. ബന്ധത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല, പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, ആ വ്യക്തി നിങ്ങളോട് ഒന്നും സംസാരിക്കുന്നില്ല, എപ്പോഴും ഒരു മുഖം മൂടി അണിഞ്ഞ് ഒരു ഒരു എന്താ പറയുക, ഒരു കള്ളത്തരം പോലെ, ഒരു അഭിനയം പോലെയാണ് ആ വ്യക്തിയുടെ ഒരു ജീവിതം തന്നെ. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും, നിങ്ങളുടെ പല സത്യങ്ങളും അറിയണമെന്നും നിങ്ങളെപ്പോഴും ന്യായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യണം. നിങ്ങൾ അവരെ അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനോ നോക്കാനോ കൂടെ പാടില്ല. എല്ലാ പ്രയോറിറ്റിയും ഇവർക്ക് തന്നെ കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ ന്യായം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പല ബ്ലോക്കുകളും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിൽ അത് അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ്, ആ വ്യക്തി നിങ്ങൾക്ക് തരുന്ന സ്ഥാനം, ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കും. അതാണ് ഈ പെട്ടെന്ന് ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് നടക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും എന്നാണ് കാണുന്നത്. പിന്നെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന 3 ഓഫ് സോർട്സ് ആണ്. നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടാവും. പക്ഷേ അപ്പോഴെല്ലാം ആ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതും നമ്മൾ എന്താണ് വേണം, ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കണം, എന്ത് സ്വീകരിക്കണം, എങ്ങനെ ആ വ്യക്തിയെ കാണണം, എങ്ങനെ ആ വ്യക്തിയോട് നിൽക്കണം, ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാമോ കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് നമുക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. സോ അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ആ വ്യക്തിയെ ചേസ് ചെയ്ത് ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് ഇരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. സോ നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉണ്ട്, തീർച്ചയായിട്ടും 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ നിൽക്കൂ എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദുഃഖത്തിലൂടെ തന്നെ നിങ്ങളിങ്ങനെ കടന്നു പോകേണ്ടി വരും. സോ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. സോ അത് അങ്ങനെ മനസ്സിലാക്കി ആ വ്യക്തി വന്നാൽ പോലും നിങ്ങളൊരു ബൗണ്ടറീസ് വച്ച് അങ്ങനെ നിൽക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്നും ഈ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നുകൊണ്ടിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, ഇതിൽ ഒരു ഗ്രോത്ത് വരും എന്നാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴും സ്നേഹത്തിൻ്റെ കാര്യമാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്തും ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ വരും. പക്ഷേ നിങ്ങൾ അതിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൂടെ സ്വീകരിക്കണം. ചില സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കണം. നമ്മൾ ഒന്നിനും അടിമപ്പെടാതെ ആരെയും നമുക്ക് മേലെ തൂക്കി വെക്കാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് അങ്ങനെ സ്മൂത്തായിട്ട് പോകുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കിങ്ങും പറയുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരും, വളർച്ച ഉണ്ടാവും. പക്ഷേ ആ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് യെസ് ആണ്. പിന്നെ 2 കിങ്ങും പറയുന്നത് നിങ്ങളോട് പക്ഷേ നിങ്ങളുടെ കടമകൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും ഇന്നൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ, അവരെ ചേസ് ചെയ്ത് അവർ മാത്രമാണ് സർവസ്വം നിൽക്കാതെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് കുറച്ച് സെൽഫ് ലവൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുമെന്നാണ് പറയുന്നത്. ജനറൽ റീഡിംഗ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.